ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ തിരുവചനത്തിൻ്റെ ധ്യാനത്തിനായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ ചീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്വതം ഈ വചനത്തെ ദൈവങ്ങളിലേക്ക് തരുന്നു. നിങ്ങൾ വചനത്തെക്കുറിച്ച് സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാം തന്നെ, ആമേൻ. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കുപ്രോസ് ദ്വീപ് കഴിഞ്ഞ് വന്ന് മിനിത്ത ദ്വീപിലേക്ക് കയറുന്ന പല ദുർഘടങ്ങളിലും കൊടുങ്കാറ്റിലും കൂടെ യോസേപ്പും പൗലോസും തൻ്റെ കൂടെയുള്ളവരും കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. കപ്പൽ ക്ഷേത്രം വന്ന് എല്ലാവരും കടലിൽ നശിച്ചു പോകുമെന്ന് ചിന്തിച്ച സമയത്ത് പൗലോസിനോട് ദൈവം പറയുന്നു, നിന്നെയും നിന്നോട് കൂടുതലുള്ളവർക്ക് മറ്റാർക്കും ഒരു ആപത്തും സംഭവിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ആ ഉറപ്പിൻ ധൈര്യത്തിലേക്ക് മെലിത്ത ദ്വീപിലേക്ക് അവർ എത്തിച്ചേർന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മെലിത്ത ദ്വീപിലെ തണുപ്പ് കാരണം പൗലോസും കൂടെ ഇരുന്നവരും കൂടുതൽ ശൈത്യം കാരണം വിറക് അടുക്കി തീ കായുന്ന സമയത്ത് ഒരു അണലി അവൻ്റെ കൈമേൽ ചുറ്റുന്ന കാണുവാനിടയായിത്തീർന്നു. കൂടെ നിന്നവർ അവനൊരു കുലപാതകൻ എന്ന് ബർബരന്മാരെല്ലാം കൂടെ അവനൊരു കുലപാതകൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ നീതി ദേവി അവനെ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞ് അവനൊരു കുലപാതകൻ എന്ന് പറഞ്ഞ് മുദ്രയിട്ട സമയത്താണ് താഴേക്കുള്ള വാക്യത്തിലേക്ക് 5-ാമത്തെ വാക്യമാണ് നമുക്ക് പ്രധാനമായി ചിന്തിക്കുന്നത്. ആ അണലിയെ അവനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ജന്തുവിനെ അവനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തീ നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ, സ്തോത്രം, പൗലോസിൻ്റെ കൈ ചുറ്റിയ ആ അണലീനെ അവൻ ആ ജന്തു എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ആ ജന്തുവിനെ അവൻ തീയിലേക്ക് കുടഞ്ഞു കളയുവാനിടയായി തീർന്നു. എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ തലമുറ ജീവിതത്തിൽ തണുപ്പ് നിമിത്തം ചുറ്റിപ്പെട്ടുന്ന ചില ജന്തുക്കളെ നാം ഈ നിമിഷം ഈ ദിവസങ്ങൾ അഭിഷേകത്തോടു കൂടി നാം അവർ തീയിന്മേൽ കുടഞ്ഞു കളഞ്ഞാൽ, സ്തോത്രം, നമ്മളെ മരണം കാത്തു നിൽക്കുന്ന നാം ചീർത്ത് വീർക്കുമോ നാം ഇപ്പോൾ നശിക്കുമോ, മരണം കാത്തു നിൽക്കുന്നവരുടെ മധ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരത് അത് തന്നെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുക. അതിൻ്റെ മധ്യത്തിൽ പൗലോസിനെ വിടുവിച്ചതുപോലെ ദൈവം നമ്മെ വിടുവിപ്പാനിടയായിത്തീരും. സ്തോത്രം. നമ്മെയും നമ്മുടെ തലമുറയും വിടിയിപ്പാനിടയായിത്തീരും. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മളിന്മേൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ മേൽ ചുറ്റിയിരിക്കുന്ന, നമ്മുടെ കൈമേൽ ചുറ്റിയിരിക്കുന്ന ആ ജന്തുവിനെ തീമേൽ കുടഞ്ഞിടണം. സ്തോത്രം. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ദുർഘടങ്ങളെ ഹസ്തരാധിപ ശബ്ദരാജകസ്യ പ്രതികൂലങ്ങളെ നമ്മുടെ തലമുറയെ വെല്ലുവിളിക്കുന്നതായ മണ്ഡലങ്ങളെ നാം കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മേൽ അഭിഷേകത്തിന് മുഖം നിമിത്തം മുഖം തകരും. അഭിഷേകം നിമിത്തം മുഖം തകരും. ആ ശക്തി നമ്മളിൽ മേൽ വ്യാപരിച്ച് കഴിയുമ്പോൾ, ആ അഭിഷേക ശക്തി നാം വ്യാപരിച്ചുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ അത് കുടഞ്ഞു കളയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ദൈവം ജയം നൽകുവാനായിട്ട്, നമ്മുടെ തലമുറയ്ക്ക് ദൈവം ജയം നൽകുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം അത് പറയണം. സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥനയിൽ നമ്മെ ചുറ്റിപ്പറ്റുന്ന പൈശാചിക മാണ്ഡലങ്ങളെ നാം പൊളഞ്ഞു കളയാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ ജന്തുവിനെ അവൻ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞപ്പോൾ, സ്തോത്രം, മരണം കാത്തു നിന്നവരുടെ മധ്യത്തിൽ നാം കാണുകയാണ് കൊലപാതകൻ എന്ന് പറഞ്ഞവരുടെ മനസ്സ് മാറി ഇവനൊരു ദേവൻ എന്ന് പറയുന്നു. സ്തോത്രം. സ്തോത്രം. ദൈവ മക്കളെ, എൻ്റെ വാക്കിൽ കേൾക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, നമ്മുടെ അന്ത്യം കാണുവാൻ, നാം നിന്നാവശ്യമാകുന്നത് കാണുവാൻ, നാം തകർന്നത് കാണുവാൻ നോക്കി നിൽക്കുന്ന ശത്രുവിൻ്റെ മധ്യത്തിൽ ആ ശത്രുവിനെ നാം കുടഞ്ഞ് തീയിലേക്ക് കളഞ്ഞാൽ, സ്വത്രം, മറ്റുള്ളവർ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉൾപ്പെടുവാൻ സഹായിക്കും. സ്വത്രം. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അഭിഷേകം പ്രാപിക്കണം. അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ പ്രാപിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നാം ചെയ്ത് പൈശാചിക മണ്ഡലങ്ങളെ നാം ഉണർന്ന് അവയെ നാം കുടഞ്ഞു കളഞ്ഞാൽ, സ്തോത്രം, തീയിൽ കുടഞ്ഞു കളഞ്ഞാൽ, സ്തോത്രം, നമുക്ക് പൂർണ്ണമായ ജയം നമുക്ക് നൽകുവാനിടയായി തീരും. അപ്രകാരം ഈ നാളുകളിൽ നമ്മളെ മുറുകപ്പെട്ടുന്നതായ ചില ജന്തുക്കളെ
തീയിൽ കുടഞ്ഞു കളയാൻ ദൈവം നമുക്ക് ആ അഭിഷേകം നൽകട്ടെ. ആ അഭിഷേകത്തെ ശക്തി നമുക്ക് പ്രാപിക്കാം. അതിനായി ദൈവം നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.